ഹലോ എവരിവൺ, എല്ലാവരും ഹാപ്പി അല്ലേ? ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വളരെ നിഗൂഢമായ ചാത്തനും യക്ഷിയും ഗരുദേവനൊക്കെ ഉള്ള കൊച്ചേരിക്കൽ കേവ്സിലേക്കാണ്. ചാത്തൻ്റെയും ഗരുദേവൻ്റെയും കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമോ? കുമാരി എന്ന് പറഞ്ഞ സിനിമയില്ലേ, അതിവിടെ ഷൂട്ട് ചെയ്തതാണ് കുറച്ച് ഭാഗം. ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് എവിടെയാണോ ഇറങ്ങേണ്ടത്? ഒരു കിണറുണ്ട്, അവിടെ ഒരു കുളമുണ്ട്. ഉണ്ടോ? കേവ്സ് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ വേരുകളൊക്കെ പടർന്ന് അതിൻ്റെ താഴെ ഉണ്ടാകുന്നൊരു സംഭവമാണ് കേവ്. എറണാകുളത്ത് നിന്ന് 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ നമ്മൾ കൊച്ചേരിക്കലെത്തും. പിറവം ടൗണിൽ നിന്ന് 12 കിലോമീറ്റർ മാറി പിറമാടം എന്ന സ്ഥലത്താണ് കൊച്ചേരിക്കൽ കേവ്സ് സ്ഥിതി ചെയ്യുന്നത്. മുത്തശ്ശി മരങ്ങളുടെ വേരുകളിൽ ഒളിച്ചിരിക്കുന്ന അതിപുരാതന ഗുഹകളാണ് ഇവിടുത്തെ പ്രത്യേകത. 2 ഗുഹകളാണ് ഇവിടെ ഉള്ളത്. അതിൽ ആദ്യം കാണുന്ന ഗുഹയിൽ നിന്ന് ഒരു തെളിനീരുറവ ഉത്ഭവിക്കുന്നു. ആ ഉറവയിലെ ജലം അരുവിയായി താഴേക്ക് ഒഴുകി തൊട്ടടുത്ത കുളത്തിൽ നിറയും. ഏകദേശം ഒരാൾ പൊക്കത്തിൽ വീതിയുള്ള ഗുഹയ്ക്കുള്ളിൽ 40 പേർക്ക് അനായാസമായി നിൽക്കാനുള്ള സ്ഥലമുണ്ട്. കുറച്ചു നേരം ബഹളമൊന്നുമില്ലാതെ കാടിൻ്റെ ഫീൽ അനുഭവിച്ച് ഈ കുളക്കരയിൽ നിൽക്കുമ്പോൾ കാതുകളിൽ മന്ത്രോച്ചാരണങ്ങളും മണിമുഴക്കങ്ങളും കേട്ടാൽ ആരെയും തെറ്റു പറയാൻ പറ്റില്ല. അതാണ് കൊച്ചേരിക്കൽ നമുക്ക് സമ്മാനിക്കുന്ന ഏറ്റവും നല്ല അനുഭവം. എങ്ങും പച്ചപ്പാണ് കേട്ടോ, വളരെ തിക്കായിട്ടും വളരുന്ന മരങ്ങളാണ്. നമ്മൾ സാധാരണ നല്ല വന്യമായ കാടുകളിൽ കാണുന്ന പോലെ കല്ലൊക്കെ പാകി ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. പൊതുവെ വലിയ തിരക്കൊന്നുമില്ല, എവിടെയും പച്ചപ്പാണ്. അതാണ് നമുക്ക് കണ്ണിനൊരു പ്രത്യേക കുളിർമ അനുഭവപ്പെടും. കുറച്ച് +1 വിദ്യാർത്ഥികളാണ്, ഇതിനോട് അടുത്ത് തന്നെ താമസിക്കുന്നവരാണെന്നാണ് പറഞ്ഞത്. അവർ ആ കേവ്സിൻ്റെ അകത്തൊക്കെ കയറുന്നുണ്ട്. പെടച്ചൊക്കെ കയറി. ഞാൻ എന്തായാലും കയറുന്നില്ല, കയറി കഴിഞ്ഞാൽ പെട്ടു. ചിലപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ വലിഞ്ഞ് കയറാൻ പറ്റും, പക്ഷെ തിരിച്ചിറങ്ങാൻ പറ്റില്ലെന്ന് വരും. എന്താ വലിപ്പമില്ല ആ മരത്തിന്! എത്ര വർഷം പഴയതായിരിക്കും ഈ ഒരു മരം? ചീനി ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മരത്തിൻ്റെ പേര് കേൾക്കുന്നത്. ഒക്കെ വേരുകളാണ്. ഇതിൻ്റെ ഇവിടുന്ന് നമുക്ക് ഇറങ്ങി നോക്കാം. തെന്നി വീട്ടാതിരുന്നാൽ മതി. എൻ്റെ അമ്മയും പറഞ്ഞുള്ളപ്പോൾ തന്നെ തെന്നി. ചെരുപ്പ് വലിയ കുഴപ്പമില്ല. ഇവിടെ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ. അയ്യോ, ഇതാണ് ആ മരങ്ങളുടെ അടിയിലുണ്ടായിട്ടുള്ള കേവ്. കണ്ട, വേരുകളൊക്കെ അടർന്നു പിടിച്ച് നല്ല കുളമാണ്. നമുക്കിവിടെ ആഴം കുറവാന്ന് തോന്നുന്നു. നീന്തി കൂട്ടുകാരൊക്കെ വന്ന് നീന്തി ഉല്ലസിക്കാം. ഇവിടെ എവിടെയാണോ ചാത്തനിരിക്കുന്നത്? ചാത്തനും ഗരുദേവനും കഥ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ കുറച്ചും കൂടി വൈൽഡാണ് സ്ഥലമൊക്കെ. അടിപൊളി മരങ്ങളാട്ടോ, കിടിലൻ മരങ്ങൾ. എത്ര വർഷം പഴക്കമുള്ളതായിരിക്കും. കേവും പിന്നെ കുളമാണ് കേട്ടോ മെയിൻ അട്രാക്ഷൻ. ഇതാണ് കേവ്സ്. പത്തിരുപത് പേർക്ക് കയറി ഇരിക്കാൻ പറ്റുന്ന കേവാണല്ലോ. വേര് വന്ന ആ ഭാഗത്തെ കല്ലൊക്കെ പോയതാണ്. അങ്ങനെയാണ് കേവ് വന്നത്. നല്ല ശുദ്ധമായ വെള്ളമാണ്. ഇവിടെ കുടിവെള്ളമാണ് മലിനമാക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. കണ്ടോ, ഞാൻ കയറാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ഇതുപോലെ ഇറങ്ങാം. നമ്മുടെ വെയിറ്റ് വെച്ചുകൊണ്ട് കയറാൻ പറ്റില്ല. കണ്ടോ, കയറാൻ പോലും പറ്റില്ല. രണ്ട് പയ്യന്മാർ ഇറങ്ങി. ഞാൻ കയറണല്ലോ അതിനകത്തേക്കൊന്നും.
ഈ ഭാഗമൊക്കെ ആയിരുന്നു കുമാരി സിനിമയിലുണ്ടായിരുന്നത്. യമണ്ട മരമല്ലേ. ചാത്തൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ ആ കുമാരി സിനിമയിലെ തുടക്കമുള്ളൊരു മുത്തശ്ശി കഥയാട്ടോ. ഒരു ദേവി ഭൂമിയിൽ വന്നതും മനുഷ്യനെ കല്യാണം കഴിച്ച് 2 കുട്ടികളുണ്ടായി. ദൈവവുമല്ല മനുഷ്യരുമല്ലാത്ത 2 കുട്ടികൾ. അതിലൊന്ന് ചാത്തൻ, മറ്റേത് ഗരിദേവൻ. അവർ തമ്മിൽ ഭയങ്കര ശത്രുതയായിരുന്നു, തല്ലും പിടുത്തമൊക്കെ ആയിരുന്നു. പിന്നെ ദേവി തന്നെ ഗരിദേവനെ ഭൂമിയുടെ അടിയിലേക്ക്, ചാത്തനെ മലയുടെ മുകളിലേക്കും പറഞ്ഞയക്കുകയാണ് ചെയ്തത്. മനുഷ്യർ പിന്നെ കാര്യസിദ്ധിക്ക് വേണ്ടി ഇവരെ ആരാധിച്ചു തുടങ്ങി, ഗരുദേവനെയും ചാത്തനെയും. ചാത്തൻ ഒരു നന്മയുടെയും ഗരുദേവൻ തിന്മയുടെയുമാണ്. ഇവിടെ പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ആൾക്കാരുടെ സ്വഭാവമേ ഒരിക്കലും നന്നാവില്ലല്ലോ. എന്താ ചെറിയ വെള്ളം അരുവി വന്നിട്ട് കുളത്തിലേക്ക് അതിൽ നിന്നാണോ പോകുന്നത്? ഇതുവഴി കയറണോ? വേണ്ട, റിസ്ക് എടുക്കണ്ട, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ആൽമരല്ലേ അത്? പാമ്പും ചേമ്പൊക്കെ ഉണ്ടാവുമോ? ഉണ്ടാവുമായിരിക്കും അല്ലേ? ആരുമില്ല. നമുക്ക് കേവിലേക്ക് വലിഞ്ഞു കയറിയല്ലോ. വേണ്ട അല്ലേ? ഇതിൽ മീൻ ഉണ്ടാവുമോ? ഉറവ് വെള്ളമാണല്ലോ ഇത്. ആരും അങ്ങനെ കേവിലേക്കൊന്നും കയറാനുള്ള ധൈര്യം കാണിക്കുന്നില്ല. മഴക്കാലം കൂടിയല്ലേ. അവിടെ നിന്നും ഉറവ് വെള്ളം വരുന്നുണ്ട്. കുടിവെള്ളം എഴുതിയിട്ടുണ്ട് അവിടെ. ആൾക്കാരതിൽ നിന്ന് മോട്ടറടിച്ച് മുകളിലേക്ക് വെള്ളം കയറ്റുന്നുണ്ടല്ലോ. ഏതാ ഒരു മരം വീണ് കിടക്കുന്നത്? അതാ പിന്നെയും സ്റ്റെപ്പ്. ഓ മൈ ഗോഡ്, സ്റ്റെയർസ്. മോട്ടർ വെച്ചിട്ടുണ്ട് ഇവിടെ. കറണ്ട് അവിടെ നിന്നാണോ? അണ്ടർഗ്രൗണ്ട് കേബിൾ വെച്ച്. കൊച്ചരീക്കൽ ചിറ നവീകരണം. ഓടി കയറണം. നടന്നു പോലും നമുക്ക് കയറാൻ പറ്റണല്ലോ. ഉദാദീന്നായിരിക്കും അല്ലേ ലൈൻ, ഇലക്ട്രിക് ലൈൻ വരച്ചേക്കണത്. നമ്മൾ അപ്പുറം വഴി ഇറങ്ങിയതുകൊണ്ട് ഈ ബോർഡ് കണ്ടില്ല. പശു ചാണകത്തിൻ്റെ ഒക്കെ മണം തന്നെ. പാമ്പാക്കോട് ഗ്രാമപഞ്ചായത്ത് കൊച്ചരീക്കൽ ഗുഹ. വേസ്റ്റൊക്കെ കൂട്ടിയിട്ടേക്കുന്നു. പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കിതച്ചില്ലേ സ്റ്റെപ്പ് കയറിയപ്പോൾ. ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്, അപ്പുറത്തും ഉണ്ട്. നമ്മൾ അപ്പുറയാണ് പാർക്ക് ചെയ്തത്. 10 രൂപയായുള്ളൂ. അവർ ജീവിക്കട്ടെ. ഒരു 10 രൂപ കൊടുത്തെന്ന് പറഞ്ഞൊന്നും കുഴപ്പമില്ലല്ലോ. അതിനു വേണ്ടി നമ്മൾ മസിൽ പിടിക്കേണ്ട ആവശ്യമില്ല.
എന്തോടെ എഴുതിയേക്കണേ, കൊച്ചരീക്കൽ ഗുഹ പാർക്കിംഗ് ഫ്രീ. അങ്ങനെ നമ്മൾ കൊച്ചരീക്കൽ ഗുഹയിൽ നിന്നും ഇവിടെ വാങ്ങുന്നു. ഒറ്റം തെറ്റിയായിട്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നമുക്കെന്തായാലും ഇത്രയും കണ്ടാൽ മതി. ആ ഒരു പൂച്ച നമ്മളെ നോക്കി നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ചുമ്മാ അങ്ങ് ചെയ്യുന്നേ. പിന്നെ ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും.